ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൽ പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു LED റൈഡിംഗ് ബാഗാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷയ് കുമാറിൻ്റെ ഒരു റീൽ വഴി ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ബാഗിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ LED റൈഡർ ബാക്ക് പാക്ക് എന്ന് കാണാം. നമ്മളെ ഒരു LED ബാഗിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിഗ് ഇനഫ് ടു ഹോൾഡ് എ ഹെൽമെറ്റ്, അതായത് നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വരെ നമുക്ക് ഈ ഒരു ബാഗിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇത് ആപ്പ് കൺട്രോൾഡ് ആണ്, അതായത് നമ്മളെ LED ഡിസ്പ്ലേ നമുക്ക് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൈഡർ ഈ ഒരു ബാഗ് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈസ് കാണാൻ പറ്റും, അതായത് 36, 18, 48 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ബാഗിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ 5 വോട്ട് 2 ആംപിയർ ആണ് ഇതിൻ്റെ പവർ സപ്ലൈ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ABS പ്ലസ് PC മെറ്റീരിയലും ബാക്ക് സൈഡിലാണെങ്കിൽ 1680 PVC മെറ്റീരിയലുമാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നോട്ടീസസ് കാണാൻ പറ്റും, അതായത് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ സ്ക്രീന് ബെൻഡ് ചെയ്യാൻ പാടില്ല, ഹെവി പ്രഷർ അപ്ലൈ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം, അങ്ങനെ കുറച്ച് നോട്ടീസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു കവറിനകത്താണ് കേട്ടോ ബാഗ് വരുന്നത്. ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ്. ഒരു ചെറിയൊരു കവറിലാണ് വരുന്നത്. ഒരു പ്രൊട്ടക്റ്റീവ് കേസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേസിനകത്ത് നിന്ന് ബാഗ് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. ഓ ഗായ്സ്, ഇതാണ് നമ്മളെ ബാഗ് വരുന്നത്. മോനെ 3D ഹാർഡ് ഷെൽ മെറ്റീരിയൽ വരുന്നൊരു അടിപൊളി ബാഗാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ LED ഡിസ്പ്ലേ കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫേസ് പോലെ ഉണ്ട്. ഒരു LED ഡിസ്പ്ലേ ശരിക്കും ഒരു ഐസിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഫേസ്, ഐസ്, നോസൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ജസ്റ്റ് 360 ഡിഗ്രി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഷേപ്പിൽ വരുന്ന ഒരു സൂപ്പർ ബാഗാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു എക്സ്റ്റീരിയർ പാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3D ഹാർഡ് ഷെൽ മെറ്റീരിയലാണ് ഇത് വരുന്നത്. നല്ലൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ. അതുപോലെ തന്നെ LED ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയൊരു LED ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസോട് കൂടിയിട്ട് വരുന്ന ഷോൾഡർ സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെസ്റ്റ് സ്ട്രാപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റൊമക്കിൻ്റെ അവിടെ ഉള്ളൊരു സ്ട്രാപ്പും വരുന്നുണ്ട്. ഈ ഒരു സ്ട്രാപ്പൊക്കെ റിമൂവബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 കുഷ്യൻ പാഡ്സ് വരുന്നുണ്ട്. പിന്നെ അടിയിലായിട്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒരു സിബുള്ള പോക്കറ്റാണ്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ ക്യാരി ചെയ്യാൻ പറ്റും. നമുക്ക് പേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിൽ ഒരു സിബ് വരുന്നുണ്ട്. ഈ ഒരു സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ബാഗ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സിബ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു ബാഗിനകത്ത് വരുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവർ വരുന്നുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. ഇതിൽ LED ആപ്പിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം, അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഉള്ളിലോട്ട് നോക്കുക, അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു 13 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു 13 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് ക്യാരി ചെയ്യാം. അതുപോലെ തന്നെ ഒരു സിബ് വരുന്ന ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ 2 ഓപ്പൺ പോക്കറ്റ്സും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഈ ഒരു ബാഗിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽമെറ്റാണ് ഇത്. നമ്മൾ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിബ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബാഗിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിലൊരു USB കേബിൾ കാണാം. ഈ ഒരു USB കേബിൾ നമ്മളൊരു പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് LED ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിലൊരു പവർ ബാങ്ക് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പവർ ബാങ്ക് കണക്ട് ചെയ്തപ്പോൾ നമ്മളെ LED ഡിസ്പ്ലേ ഇവിടെ ഓൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഐസിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് നോക്കി നിങ്ങൾ. ശരിക്കും നമ്മൾ ഐസ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഡിസൈനിലാണ് ഇതിൻ്റെ ആനിമേഷൻ വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്.
വരുന്നത്. നമുക്കിതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് നമ്മളെ ബോക്സിൽ ഒരു QR കോഡ് വരുന്നുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് LOY ഐസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസിലുള്ള ഐസിൻ്റെ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ നെയിമോ Instagram ID കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു LED ഡിസ്പ്ലേ ഓൺ ആയപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ലുക്ക് തന്നെ മാറിയിട്ട് ഈ ഒരു ബാഗിൻ്റെ. എനിക്ക് പേഴ്സണലി ഈ ഒരു റെഡ് ഡിസ്പ്ലേ ആണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ ഒരു റെഡ് ഐസ് വരുമ്പോൾ ഒരു സ്കെയറി ലുക്ക് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇതാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു ബാഗിൻ്റെ മറ്റ് പ്രത്യേകതകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 100% വാട്ടർ പ്രൂഫ് ആണ്. നമ്മൾ മഴയുള്ള സമയത്തൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൽ നിന്നും സേഫാണ്. കാരണം 100% വാട്ടർ പ്രൂഫാണ് ഇത് വരുന്നത്. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ സേഫാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എത്ര സാധനങ്ങൾ ഇതിൽ ഫില്ല് ചെയ്താലും ഈ ഒരു ഷേപ്പിന് യാതൊന്നും സംഭവിക്കില്ല. കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ നല്ല ഭംഗിയിൽ ഈ ഒരു ബാഗ് നിൽക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വിയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു റൈഡിംഗ് ബാഗ് എന്ന് പറയുന്നത്. ഡെയ്നീസിൻ്റെ കോപ്പി ആണെങ്കിലും ഇതാണ് നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന റൈഡിംഗ് ബാഗ്. ഇതും 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് ബാഗാണ്. ഞാൻ പണ്ട് ഇടുക്കിയിലൊക്കെ പോയിരുന്ന സമയത്ത് ഒരു ദിവസം ഫുള്ള് മഴത്ത് നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനകത്ത് വെച്ചിരുന്ന ഡ്രസ്സുകളൊന്നും ഒറ്റ തുള്ളി പോലും വെള്ളം ഉള്ളിൽ കയറിയിട്ടില്ല. അതാണ് ഈ ഒരു റൈഡിംഗ് ബാഗ്സിൻ്റെ പ്രത്യേകത. 100% വാട്ടർ പ്രൂഫാണ്. ഇപ്പോൾ നമ്മൾ 3 കൊല്ലമായിട്ട് യൂസ് ചെയ്ത ഈ ഒരു ബാഗ് നമ്മൾ ഇനി യൂസ് ചെയ്യണില്ല. അത്യാവശ്യം കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുതൽ പുതിയ നമ്മളെ LED റൈഡിംഗ് ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു LED ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഐ കാച്ചിങ് ആവും. ബാക്കിലുള്ളവരൊക്കെ എല്ലാവരും നോക്കി പോകും. കാരണം ഈ ഒരു LED ഡിസ്പ്ലേയിൽ ഈ ഒരു ഐസിൻ്റെ ആനിമേഷനും അതുപോലെ തന്നെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവും ഐ കാച്ചിങ്ങുമാണ് ഈ ഒരു ബാഗ്. ഇപ്പോൾ ഒരു അടിപൊളി ബാഗാണ് ഇത് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളും ഒരുപാട് സ്പേസ്, നല്ല ഒരുപാട് സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുക ഒരു അടിപൊളി ബാഗാണ്. അപ്പോൾ ഈ ഒരു ബാഗ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ബാഗിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ശരിക്കും ഓവർ പ്രൈസ്ഡ് ആണെന്ന് തന്നെ പറയാം. 12,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഏർണിങ്സ് വഴി കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബാഗ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബാഗ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബാഗും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്